18ാമത്തെ ലോക്സഭ അധ്യക്ഷ പാനലില് NK പ്രേമചന്ദ്രന്റെ പേരും കൂടി വന്നിട്ടുണ്ട്. അതൊരു കേരളത്തിന് ഒരു വലിയൊരു അഭിമാനമല്ലേ സർ, ഒരു നേട്ടമല്ലേ സർ അത്? അതെ, ലോക്സഭ അധ്യക്ഷ പദവിയിലേക്കാണ് ആ പാനലിൽ പേര് വന്നിരിക്കുന്നത്. അതും NK പ്രേമചന്ദ്രന്റെ. അതാണ് അതിനകത്ത് ഒരു പ്രത്യേകത. നമുക്ക് കേരളത്തിൽ നിന്നുള്ള MP-മാർ എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്ന പേരുകളിൽ ഒന്നാണിത്. മറ്റൊരു പേരുണ്ട്, ശശി തരൂർ. അത് പക്ഷേ മറ്റു പല വിവാദങ്ങളിലൂടെയും നയതന്ത്ര കാര്യങ്ങളിലെ നൈപുണ്യത്തിലുമാണ്. അല്ലാതെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ള രീതിയിൽ തരൂരിനെ ഓർമ്മിക്കത്തില്ല. തരൂര് 2009 മുതൽ തിരുവനന്തപുരത്തെ MP ആണ്. ഇനി അദ്ദേഹം മത്സരിക്കില്ല എന്ന് ഈ 24-ലെ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ തരൂര് നിൽക്കുന്നത് വേറൊരു വലിയ ലെവലിൽ തന്നെയാണ്. അതിനെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, അതിനെ നിഷേധിക്കുന്നില്ല. അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം വിശ്വപൗരൻ തന്നെയാണ്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈ NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടുള്ള മികച്ച ഒരു പാർലമെന്റേറിയനാണ്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് അവതരിപ്പിക്കുന്നു. എനിക്ക് അറിയാം മറ്റാരും കൈകാര്യം ചെയ്യാൻ മടിച്ചിട്ടുള്ള, തൊടാൻ അല്പം അറയ്ക്കുന്ന വിഷയങ്ങൾ പോലും, കാരണം നന്നായിട്ട് പഠിച്ച് അവതരിപ്പിക്കണം, അങ്ങനെയുള്ള വിഷയങ്ങൾ പ്രേമചന്ദ്രൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ എത്രയോ ലക്ഷം പേരുടെ ഒരു ഇതാണ് EPF പെൻഷൻ എന്ന് പറയുന്നത്, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനുണ്ട്. അത് വളരെ തുച്ഛമാണ്. അങ്ങനെ എത്രയോ ലക്ഷം പേരുണ്ട്. അതിനെക്കുറിച്ച് അത് കോടതി വിധി വരെ ഉണ്ടായിട്ടുണ്ട്, മിനിമം പെൻഷൻ ഇത്ര രൂപ ആക്കണമെന്ന് പോലും. എന്നിട്ടും ആർക്കും കൃത്യതയില്ല ഇക്കാര്യത്തിനകത്ത്. ഇതിനു വേണ്ടി പാർലമെന്റിൽ വളരെ ശക്തമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഒറ്റ MP മാത്രമേ ഉള്ളൂ, അത് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രന് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുള്ളൂ എന്നുള്ളതാണ്. ഇത് അവതരിപ്പിക്കണമെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ വളരെ ശ്രദ്ധേയനാണ് ഏത് വിഷയത്തെക്കുറിച്ചും. പിന്നെ കൊല്ലത്തിന്റെ MP, കൊല്ലം ഒന്നും മാറിപ്പോയെന്നേ. ഈ 2014-ലും 2019-ലും 2024-ലുമായിട്ടാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത്. ഓരോ തവണ അദ്ദേഹം വിജയിച്ച് കയറുമ്പോഴും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ഡെവലപ്പ് ചെയ്തു, ഒരുപാട് മാറിപ്പോയി. ഇപ്പോഴാണ് ആ പഴയ ചൊല്ല് അർത്ഥവത്താകുന്നത്, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നുള്ള ചൊല്ല്. കാരണം പ്രേമചന്ദ്രൻ ഈ നമ്മള് ഒരു MP ഫണ്ടുണ്ട്, ഇത് കൃത്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ച് അത് അവിടെ വിനിയോഗിക്കുക. ഇപ്പം പ്രേമചന്ദ്രനെ MP ആയിരിക്കുന്ന സമയത്താണ് കൊല്ലം ബൈപ്പാസ് ഒക്കെ തന്നെ വരുന്നത്. അന്നതിന് മോദി പോലും പങ്കെടുത്തിട്ടുള്ളതല്ലേ ആ ചടങ്ങില്. അപ്പൊ അത് പ്രേമചന്ദ്രന്റെ ഒരു കഴിവാണ്. പ്രേമചന്ദ്രനെ നോട്ടമിട്ടിരിക്കുന്നതാണ് നരേന്ദ്രമോദി. പലരും പറയും, ഇടയ്ക്ക് എത്രയോ പ്രാവശ്യം പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം NK പ്രേമചന്ദ്രൻ BJP-യിലേക്ക് പോകും, ഇപ്പൊ പോകുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഒരു തീരുമാനമൊന്നും NK പ്രേമചന്ദ്രൻ എടുത്തിട്ടില്ല. ഇതിനകത്ത് അത് കൂടുതൽ പറയാൻ കാര്യം, ഈ പ്രേമചന്ദ്രനെ ഒരിക്കൽ പ്രധാനമന്ത്രി നേരിട്ട് വിളിപ്പിച്ചു. അത് ഒരു MP-യെ പ്രധാനമന്ത്രി നേരിട്ട് വിളിപ്പിക്കുന്നതിൽ എന്താ തെറ്റ് അല്ലേ? കോളേജിൽ ഒരു പ്രിൻസിപ്പൾ പറയുക, എനിക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനെ ഒന്ന് വരണമെന്ന് പറഞ്ഞാൽ ചെന്നേ പറ്റൂ. മുട്ടിടിച്ചാലും പോണം അല്ലെ? ഒരു സ്കൂളിലെ അധ്യാപകൻ പ്രിൻസിപ്പൾ വിളിപ്പിച്ച പോണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ അസൂയാലുക്കളാണ് പറഞ്ഞു വരുത്തിക്കൊണ്ട് നടന്നത്. ഉടനെ BJP-യിലേക്ക് പോകുന്നു. എന്താ ഇവിടുന്ന് പോയിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ എന്താ നരേന്ദ്രമോദി വിളിക്കാഞ്ഞത്? AR റഹീമിനെ എന്താ വിളിക്കാഞ്ഞത് അല്ലേ? പ്രേമചന്ദ്രനെ തന്നെ വിളിച്ചത് എന്തുകൊണ്ട്? പ്രേമചന്ദ്രനെ വിളിപ്പിച്ചു, ചെന്നു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ക്യാൻറ്റീനിൽ ഇപ്പം ചായ കുടിക്കാം, വർത്തമാനം പറയാമെന്നും പറഞ്ഞ് അവിടെ പോയിരുന്ന് വേറെ ചില MP-മാരും ഉണ്ടായിരുന്നു, കേരളത്തിലുള്ളതല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ. അന്നേരം മുതൽ വലിയ ഇതായിരുന്നു. അതിനുശേഷവും അത് കഴിഞ്ഞിട്ട് പാർലമെന്റിൽ വന്ന് ബില്ലിന്മേലുള്ള ചർച്ചയിലൊക്കെ സർക്കാരിനെയും മോദിയൊക്കെ വിമർശിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇങ്ങനെ കാതോർത്തിരിക്കും പ്രേമചന്ദ്രൻ പ്രസംഗിക്കുന്നത്. പാർലമെന്റിൽ ചിലരുടെ പ്രസംഗങ്ങളൊക്കെ വളരെ ഗംഭീരമാണെന്ന്.
പണ്ട് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാരെയൊക്കെ പരിഹസിക്കും കേട്ടോ. ഒരു കാര്യവും ചോദിക്കത്തില്ല, ആകെ എഴുന്നേൽക്കുന്നത് മുണ്ട് മുറുക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. പണ്ട് തിരുവനന്തപുരത്ത് ഒരു എം പി ഉണ്ടായിരുന്നു, ചാൾസ്. 3 വട്ടം വിജയിച്ചതാണ്. ONV ഗ്രൂപ്പിനെ വരെ തോപ്പിച്ച മഹാനാണ് ചാൾസ്. കരുണാകരനാണ് കൊണ്ട് നിർത്തിയത്. ഈ തീരദേശ മേഖലകളിലും പാറശാല, നെയ്യാറ്റിൻകരയിലും ഒക്കെയുള്ള നാടാർ വിഭാഗത്തിലുള്ള വോട്ട് നല്ലപോലെ നേടി വിജയിച്ച ആളാണ്. അദ്ദേഹം മുണ്ടെടുത്തോണ്ടാണ് പോകുന്നത്. അപ്പൊ പാർലമെന്റിൽ മുണ്ടെടുക്കാനാണ് മാത്രം എഴുന്നേൽക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലാതെ തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എഴുന്നേൽക്കാറില്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഇന്നസെന്റ് പോയല്ലോ, ഇന്നസെന്റിന് മുണ്ടെടുക്കാൻ എഴുന്നേൽക്കണ്ടായിരുന്നു, കാരണം അദ്ദേഹം പാൻസ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്, അല്ലേ? പിന്നെ വേറെ കാര്യം, ഇപ്പം മലയാളത്തിൽ പ്രസംഗിച്ചാലും മതി. അതിനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുമാണ് നമ്മുടെ റഹീം ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് പാർലമെന്റിനെ നടുക്കി കളഞ്ഞത്. അതുകൊണ്ടെന്തോ അദ്ദേഹത്തെ ഇപ്പൊ ഓക്സ്ഫോർഡ് സർവകലാശാല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ശശി തരൂരിന്റെ ശിഷ്യനായിട്ട് പോകാൻ പോവാണ്. അതെ, അത് ശശി തരൂരിന് നാണക്കേടാണ്. തരൂരിനെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ തരൂരിന്റെ പ്രൊഫൈൽ വേറൊന്നാണ്. അപ്പൊ അങ്ങനെ പാർലമെന്റിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളതാണ്. സാർ ഈ പറഞ്ഞ മാതിരി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു പാർട്ടീന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇവരെ വിടുമ്പോൾ ഒരുപാട് അല്ലെ ആഗ്രഹങ്ങൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തരും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അപ്പൊ അത് ഇദ്ദേഹം കാര്യമായിട്ട് തന്നെ എടുത്ത് കൊല്ലത്തിനെ ഇത്രയും ഡെവലപ്പ് ചെയ്ത് വന്നത് വളരെയധികം അല്ലെ ജനങ്ങൾക്ക് തന്നെ. കൊല്ലത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല, കേരളത്തിൻ്റെതായ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പോലും ഇദ്ദേഹം അവിടെ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ EPF പെൻഷൻ കാര്യത്തിലൊക്കെ ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ മുഴുവൻ EPF പെൻഷൻ ആനുകൂലികൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ കൊല്ലത്തുകാർക്ക് വേണ്ടി മാത്രമല്ല. അത് ഞാൻ എന്റെ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോ വരുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇതൊരു വലിയൊരു ഫാക്ടർ ആവും. RSPക്ക് കൂടുതൽ ചാൻസസ് വരാൻ സാധ്യതയില്ലേ? കാരണം പ്രേമചന്ദ്രനിലൂടെ കൊല്ലം ഒരു UDFന്റെ തണലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്, പ്രേമചന്ദ്രന്റെ മികച്ച പ്രകടനത്തിലൂടെ. അപ്പോൾ തന്നെ ഈ 7 മണ്ഡലങ്ങള് അവരുടെ കയ്യിലിരിക്കുമെന്നുള്ളതാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ പ്രേമചന്ദ്രന് 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുമ്പ് LDFിലായിരുന്നു. 2014 ലോക്സഭാ സീറ്റിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ, പിണറായി വിജയനുമായിട്ടുണ്ടായ തർക്കമുണ്ടായി. കൊല്ലം സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. CPM എടുക്കാൻ വേണ്ടിയിട്ട് RSPക്ക് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രേമചന്ദ്രൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. AK സെന്ററിൽ നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ UDFകാരെന്താണ് റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുകയാണ്. വന്നോളൂ, ധൈര്യത്തോടെ അവിടെ നിന്ന് മത്സരിച്ചു. അപ്പൊ പിന്നെ ഈ ഷിബു ബേബി ജോൺ അതിനകത്തുണ്ടായിരുന്നെന്ന്. ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും ഒക്കെ ഒന്നായി തീരുകയും ചെയ്തു. അങ്ങനെ പിന്നെ 14 അവിടെ നിന്ന് ആദ്യ മത്സരം. എതിരെ മത്സരിച്ചത് CPMലെ MA ബേബിയാണ്. MA ബേബിയെ പിണറായി വിജയൻ ഒതുക്കാൻ തന്നെയാണ് അവിടെ കൊണ്ട് നിർത്തിയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പ്രേമചന്ദ്രനെതിരെ പ്രസംഗിക്കുകയാണ്. പരനാറി എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളെ LDFനെ വഞ്ചിച്ചിട്ട് പോയ പ്രേമചന്ദ്രൻ പരനാറിയാണെന്ന് പറഞ്ഞു പരസ്യമായിട്ട്. അങ്ങനെ വലിയ തിരിച്ചടി അത് MA ബേബിക്ക് കിട്ടി. പരനാറി പ്രയോഗത്തിന്റെ ഇമ്പാക്ട് മുഴുവൻ ഇവിടെയാണ് കൊടുത്തത്. കാരണം വോട്ട് മുഴുവൻ ചോർന്നു പോയി. പ്രേമചന്ദ്രൻ സുഖമായിട്ട് വിജയിക്കുകയും ചെയ്തു. 19 ഇത് ആവർത്തിച്ചു. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെന്ന് എല്ലാവരും പരനാറി ആണോ വീണ്ടും എന്ന് ചോദിച്ചു പ്രേമചന്ദ്രൻ. അതെ, പരനാറി എന്നും പരനാറിയാണെന്ന് പറഞ്ഞു. ഇതാ കിടക്കും പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം. 24 ഭൂരിപക്ഷം കൂടി. ഇനി ഒരിക്കലും അവിടെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇത്തവണ 2024 CPM കടന്ന് വെപ്രാളപ്പെട്ടു. ആരെ നിർത്താം? മുകേഷിനെ കൊണ്ടു നിർത്തി. എന്ത് കാര്യം? മുകേഷ് 8 നിലയിൽ പൊട്ടും എന്നുള്ളതാണ്. അപ്പൊ NK പ്രേമചന്ദ്രനെ എന്തുകൊണ്ട് ലോക്സഭാ അധ്യക്ഷ പാനലിലേക്ക് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, മികച്ച പാർലമെന്റേറിയനാണ്. ആ പാർലമെന്റേറിയന്റെ കഴിവുകൾ ഇനിയും പാർലമെന്റിൽ ഇനിയുള്ള ഈ സഭയുടെ കാലാവധി കഴിയുന്ന 2029 വരെയും ഈ പാനലിൽ NK പ്രേമചന്ദ്രൻ ഉണ്ടായിരിക്കും. അത് സാർ ഓൾറെഡി ഒന്നുകൂടി പ്രൂവ് ചെയ്തിട്ടുണ്ട്. 17ാമത്തെ ലോക്സഭ പാനലിൽ ഉണ്ടായിരുന്നു. അത് പ്രൂവ് ചെയ്ത ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യവും അത് തന്നെ വന്നിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് കിട്ടുന്ന
ഏക MP ആണ് പ്രേമേന്ദ്രൻ. RSPയുടെ ഏക MP കൂടിയാണ് പ്രേമേന്ദ്രൻ. ഇത് കേരളത്തിന് ഇതിനകത്ത് അഭിമാനിക്കാവുന്ന കാര്യമാണ്.